और अपने घर के चौखट के अंदर भाषा भूषा भजन भोजन भवन ये अपना होना। मेरे घर के अंदर मैं मलयालम में बात करूंगा, मेरी मातृभाषा मलयालम है, तो अंग्रेजी का उपयोग नहीं करूंगा। अपने घर के अंदर मैं अपने वेश में रहूंगा। घर में पर्व उत्साह धार्मिक प्रसंग रहते, स्वदेशी वेश में रहूंगा, मेरे अपने परंपरागत वेश में रहूंगा। कुटुंब में ये करना, इसकी चर्चा करना, चर्चा करते हुए लागू करना और नई पीढ़ी को समझाना। हिंदू समाज को अपना जीवन चलाने के लिए हिंदू एकता की आवश्यकता है, उसमें से शक्ति उत्पन्न होगी। ये बताने के लिए और कोई तर्क देने की आवश्यकता नहीं। विश्व में ये नियम है, जो समाज संगठित है, एक है, उस समाज का उत्कर्ष होता है। जो समाज विभक्त है, संगठित नहीं है, उस समाज का अधपतन होता है। इतिहास और वर्तमान दोनों इसके साक्षी है। അദ്ദേഹം പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹിന്ദുക്കൾ കുടുംബത്തിലുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും എന്നല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. ആ സമയത്ത് കഴിവതും വീട്ടിൽ തന്നെ ഭക്ഷണം കുക്ക് ചെയ്തതിനു ശേഷം ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നും, വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാതൃഭാഷയിൽ, അദ്ദേഹം മലയാളം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. അതുകൂടാതെ ഏതെങ്കിലും ഉത്സവങ്ങൾ തുടങ്ങിയ വിശിഷ്ട അവസരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ പരമ്പരാഗത വസ്ത്രധാരണമായിരിക്കും അതിന് സ്വീകരിക്കേണ്ടത് കൂടുതൽ ഉചിതമാകുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹം ബേസിക്കലി പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം കഴിക്കുക. അത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുക. വീട്ടിനുള്ളിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മാതൃഭാഷയിൽ സംസാരിക്കുക. ഉത്സവങ്ങൾ തുടങ്ങിയുള്ള വിശിഷ്ട അവസരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് വെസ്റ്റേൺ വെയർ ഒഴിവാക്കി നിങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യ പ്രകാരമുള്ള നിങ്ങളുടെ പരമ്പരാഗത വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മുടെ കുടുംബത്ത് എങ്ങനെയാണ് സനാതന ധർമ്മത്തിന്റെ രീതികൾ നമ്മൾ പിന്തുടരേണ്ടത്, നമ്മുടെ കുടുംബത്തിന്റെ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ചേർന്ന് ചർച്ച ചെയ്യണം എന്നുമാണ് അദ്ദേഹം പറയുന്നത്. യാതൊരു വിധത്തിലുള്ള അപകടവുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇത് ഹിന്ദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അതേ സമയം തന്നെ വളരെ വിശദമായി ഇതിന്റെ മലയാളം വേർഷനും അവിടെ തന്നെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അത് കേട്ടുകഴിഞ്ഞാൽ, ഹിന്ദി അറിയില്ലാത്ത ഒരാളിന് പോലും ആ മലയാളം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാകേണ്ടതുമാണ്.